നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ ബെഡ്റൂം. ഒരു ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാടുകളും ടെൻഷനുകളും മറന്ന് നമ്മൾ കണ്ണടയ്ക്കുന്ന ആ മുറിയിൽ നമുക്കറിയാതെ തന്നെ നമ്മൾ ഒട്ടനവധി സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ടാകും. ഉപയോഗശൂന്യമായ ബുക്കുകളും പേപ്പറുകളും പഴയ വസ്ത്രങ്ങളോ കാര്യങ്ങളോ അലമാരയിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അങ്ങനെ എന്തെല്ലാം. എന്നാൽ ഒരു കാര്യം അറിയാമോ? ലോകത്ത് ഏറ്റവും വൃത്തിക്കും ശാന്തതയ്ക്കും പേര് കേട്ട ജപ്പാൻകാർ അവരുടെ ബെഡ്റൂമിൽ ഒരിക്കലും കയറ്റാത്ത ചില സാധനങ്ങളുണ്ട്. നമ്മൾ സാധാരണയായി ബെഡ്റൂമിൽ വയ്ക്കാറുള്ള പല കാര്യങ്ങളും അവർ തൊടാൻ പോലും തയ്യാറാകില്ല. അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും മനസ്സിനെയും അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. ജപ്പാൻകാരുടെ ബെഡ്റൂമിൽ ഒരിക്കലും കാണാൻ കിട്ടാത്ത ആ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ? ചിലപ്പോൾ ഇതിൽ പലതും ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലും ഉണ്ടാകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജപ്പാൻകാർ ബെഡ്റൂം എന്നതിനെ വെറും ഉറങ്ങാനുള്ള ഒരിടം മാത്രമായല്ല കാണുന്നത്. അതവരുടെ ഒരു ദിവസത്തെ മുഴുവനും ക്ഷീണവും സ്ട്രെസ്സും ഒക്കെ ഇറക്കി വെച്ചിട്ട് മനസ്സിനും ശരീരത്തിനും വീണ്ടും റീചാർജ് ചെയ്യാനുള്ള ഒരു ഇടമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഇതാണ്: ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വസ്തുവും നല്ല ഉറക്കത്തിന് സഹായിക്കണം. ഉറക്കത്തിന് തടസ്സമാകുന്ന ഒന്നും അവിടെ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവർ ബെഡ്റൂമിൽ നിന്നും ആദ്യം തന്നെ ഒഴിവാക്കുന്ന ഒരു കാര്യം മൊബൈൽ ഫോണാണ്. നമ്മളിൽ എത്ര പേർ രാത്രി കിടക്കുമ്പോൾ ഫോൺ തലയിണയുടെ തൊട്ടടുത്ത് വെക്കാറുണ്ട്? ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ ഫേസ്ബുക്ക് റീൽസുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ ആയിട്ടിരുന്ന് രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ് നമ്മളിൽ പലരും ഉറങ്ങാൻ തുടങ്ങുന്നത്. രാവിലെയാകട്ടെ അലാറം അടിക്കുമ്പോൾ ആദ്യം തൊടുന്നതും ഫോൺ തന്നെ. എന്നാൽ ജപ്പാൻകാരുടെ കാര്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവർ ബെഡ്റൂമിലേക്ക് കയറിയാൽ പിന്നെ ഫോണിന് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. രാത്രി നമ്മൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പുറത്തുവിടുന്ന നീല വെളിച്ചം നമ്മുടെ തലച്ചോറിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇത് പകൽ സമയമാണ്, ഉറങ്ങേണ്ടതില്ല. ഇന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ സ്വാഭാവികതയെ നശിപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ നല്ല ക്ഷീണവും തലവേദനയും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. തങ്ങളുടെ ആരോഗ്യവും മനസ്സമാധാനവും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ജപ്പാൻകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ബെഡ്റൂമിനെ ഡിജിറ്റൽ ലോകത്തു നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നത്. പകരം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപേ ഫോൺ മാറ്റിവെച്ച് നല്ലൊരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ വെറുതെ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് കിടന്നോ അവർ ഉറങ്ങാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ ശീലമാണ് ഔട്ട്ഡോർ വസ്ത്രങ്ങളും ബാഗുകളും. പുറത്തെ പൊടിയും അണുക്കളും ബെഡ്റൂമിലേക്ക് കയറ്റരുത്. ഇതാണ് ജപ്പാൻകാരുടെ രണ്ടാമത്തെ കർശനമായ ശുചിത്വ ശീലം. നമ്മളിൽ പലരും പുറത്തു പോയി വന്ന് യാത്ര ചെയ്ത അതേ ഡ്രസ്സിലും ഒപ്പം ബാഗുകളുമൊക്കെയായി നേരെ ബെഡ്റൂമിലെ കിടക്കയിലേക്ക് തന്നെ കിടക്കാറും ഇരിക്കാറും ഒക്കെയുണ്ട്. എന്നാൽ ജപ്പാൻകാരുടെ വീട്ടിൽ ചെന്നാൽ ഈ സ്വഭാവം കാണാൻ പോലും കിട്ടില്ല. ഇതിന് പിന്നിൽ വളരെ ശക്തമായ ചില കാരണങ്ങളുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഓഫീസിലോ ഒക്കെ ഇരിക്കുന്നു. അവിടുത്തെ പൊടിയും നമുക്ക് കാണാൻ പറ്റാത്ത അണുക്കളും ബാക്ടീരിയകളും നമ്മുടെ വസ്ത്രങ്ങളിലും ബാഗുകളുടെ അടിഭാഗത്തുമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. ഈ ബാഗുകൾ നമ്മൾ എവിടെയൊക്കെയാണ് വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ സീറ്റുകളിലാകാം, കടകളിലെ കൗണ്ടറുകളിലാകാം. ആ അഴുക്കെല്ലാം നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ അത് ആരോഗ്യത്തിന് എത്രത്തോളം ദോഷം ചെയ്യും? അവർക്ക് പുറത്തുപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്കും വീടിനകത്തിടുന്ന വസ്ത്രങ്ങൾക്കും കൃത്യമായ വ്യത്യാസമുണ്ട്. പുറത്തുപോയ വസ്ത്രങ്ങൾ വീടിനുള്ളിലെ തറയിലോ കിടക്കയിലോ തൊടാൻ പോലും അവർ സമ്മതിക്കില്ല. ജപ്പാൻകാർക്ക് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഉറങ്ങുന്ന മുറിയല്ല, അതൊരു ക്ലീൻ സോൺ ആണ്. ശരീരവും മനസ്സും റിലാക്സ് ചെയ്യുന്ന ആ ഇടത്തേക്ക് പുറത്തെ ഒരഴുക്കും വരാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. ബാഗുകൾ വെക്കാനായി വീടിൻ്റെ എൻട്രിയിൽ തന്നെ പ്രത്യേക സ്റ്റാൻഡുകളോ മറ്റോ ഉണ്ടാകും. വീടിനുള്ളിൽ നമ്മൾ ഷൂ ധരിക്കാത്തതുപോലെ തന്നെ പുറത്തുപയോഗിക്കുന്ന ബാഗുകളും സാധനങ്ങളും വീടിൻ്റെ ഒരു ഭാഗത്ത് വെക്കുന്നതാണ് അവരുടെ ശീലം. ചുരുക്കി പറഞ്ഞാൽ പുറത്തെ അഴുക്കും തിരക്കുകളും പുറത്തു തന്നെ നിൽക്കട്ടെ, ബെഡ്റൂമിൽ സമാധാനവും ശുചിത്വവും മാത്രം. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, ജപ്പാൻകാർ ബെഡ്റൂമിൽ അനാവശ്യമായ ഫർണിച്ചറുകൾ വെക്കാൻ ഇഷ്ടപ്പെടാറില്ല.
കാരണം ഒരു അധിക കസേരയോ ചെറിയൊരു ടേബിളോ വെച്ചാൽ ആദ്യം അത് നല്ല ഭംഗിയായി തോന്നും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിലേക്ക് ഡ്രസ്സ്, ചാർജർ, പേപ്പറുകൾ അങ്ങനെ ഓരോന്നും അറിയാതെ തന്നെ കുന്നുകൂടാൻ തുടങ്ങും. നിങ്ങളുടെ സ്വന്തം ബെഡ്റൂമിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുറിയിലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ടേബിളോ കസേരയോ ഉണ്ടോ? ജപ്പാൻകാർക്ക് ഇതേപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ പ്രധാനമാണ്. കാരണം ബെഡ്റൂമിലേക്ക് കയറുന്ന നിമിഷം തന്നെ മനസ്സിന് ഒരു ശാന്തമായ ഫീലിംഗ് ലഭിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി നാലാമതായിട്ട് ജപ്പാൻകാർ ബെഡ്റൂമിൽ ഡസ്റ്റ്ബിൻ വെക്കുന്നത് ഒഴിവാക്കാനായിട്ടാണ് ശ്രമിക്കാറ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെയായിരിക്കും ഇടുക? ഉപയോഗിച്ച ടിഷ്യൂ, ഒഴിഞ്ഞ ബോട്ടിൽ, ചോക്ലേറ്റിൻ്റെ കവറ്, അങ്ങനെ ചെറിയ ചെറിയ മാലിന്യങ്ങൾ അതിൽ കുന്നുകൂടും. ശരിയല്ലേ? ജപ്പാൻകാരുടെ കാഴ്ചപ്പാടിൽ വൃത്തിയുള്ള ബെഡ്റൂം ഉറക്കത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള മാലിന്യം പോലും ആ മുറിയുടെ ശുചിത്വം കുറയ്ക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കഴിയുന്നത്ര മാലിന്യം ബെഡ്റൂമിൽ സൂക്ഷിക്കാതെ നിശ്ചയിച്ചിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് അത് നിക്ഷേപിക്കുന്നത്. ജപ്പാൻകാരുടെ ജീവിതശൈലിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ശീലമാണ് കിടപ്പുമുറിയിലെ വെളിച്ചത്തോടുള്ള അവരുടെ കർശനമായ സമീപനം. പുറത്തു നിന്നുള്ള അഴുക്കുകൾ ഒഴിവാക്കുന്നതും വീടിനുള്ളിൽ ഷൂ ധരിക്കാത്തതും എല്ലാം പോലെ തന്നെ അവരുടെ ആരോഗ്യത്തെയും ഉറക്കത്തെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ഉറങ്ങുന്ന മുറിയിലെ മൊത്തത്തിലുള്ള ഇരുട്ട്. ഈ ജപ്പാൻകാരുണ്ടല്ലോ, അവർ ഉറങ്ങുന്ന മുറിയിൽ ഒരു കാരണവശാലും വൈറ്റ് ലൈറ്റുകളോ ഡിജിറ്റൽ സ്ക്രീൻ വെളിച്ചങ്ങളോ ഉപയോഗിക്കാറില്ല. കിടപ്പുമുറി ഇരുണ്ടതായി സൂക്ഷിക്കാനാണ് അവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിനു കാരണം മൊത്തത്തിൽ പൂർണ്ണമായി ഇരുട്ടിൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോൺ കൃത്യമായി ഉൽപ്പാദിക്കപ്പെടുന്നത്. ചെറിയൊരു വെളിച്ചം പോലും ഈ ഹോർമോണിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുമെന്നും അത് നല്ല ഉറക്കത്തെ നഷ്ടപ്പെടുത്തുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ജപ്പാൻ സംസ്കാരത്തിൽ ബെഡ്റൂം എന്നത് ലൈറ്റിട്ട് ജോലികൾ ചെയ്യാനോ മൊബൈൽ നോക്കാനോ ഉള്ള ഒരിടമല്ല. എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിലോ രാത്രിയിൽ എല്ലാ പ്രധാന ലൈറ്റുകളും ഓഫ് ചെയ്താലും ബെഡ്റൂമിൽ ഒരു ചെറിയ നൈറ്റ് ലാമ്പോ അല്ലെങ്കിൽ ഡിം ലൈറ്റോ എങ്കിലും എപ്പോഴും കത്തിക്കിടക്കാറുണ്ടാകും. കട്ടിലിനടുത്തുള്ള ബെഡ് സ്വിച്ച് വഴി എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്ന ഈ ചെറിയ വെട്ടം നമ്മുടെ വീടുകളിൽ വളരെ സാധാരണമാണ്. രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ഉറക്കമുണരുമ്പോഴോ ചെറിയ കുട്ടികളുള്ളപ്പോഴോ ഈ ചെറിയ ലൈറ്റ് വലിയൊരു ആശ്വാസമാണ്. ജപ്പാൻകാർ ആരോഗ്യത്തിന് മുൻഗണന നൽകി റൂം പൂർണ്ണമായും ഇരുട്ടിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തിനും മനസ്സിന് ഒരു ആശ്വാസത്തിനുമായിട്ടാണ് ചെറിയൊരു ലൈറ്റ് റൂമിൽ ബാക്കി വെക്കുന്നത്. ഇത് രണ്ടും അതതിൻ്റെ രീതിയിൽ ശരിയാണെങ്കിലും ഗാഢമായ നല്ലൊരു ഉറക്കത്തിന് ഇരുട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇരുട്ട് നമ്മുടെ ശരീരത്തോട് ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണെന്ന് സ്വാഭാവികമായിട്ടും അറിയിക്കും. നന്നായിട്ട് ഉറങ്ങാൻ ഇത് വളരെ വലിയൊരു സഹായം തന്നെയാണ്. ഇനി ആറാമതായിട്ട് ജപ്പാനിലെ വീടുകളിൽ ബെഡ്റൂമിനെ ഒരു സ്റ്റോർ റൂം പോലെ അവർ ഉപയോഗിക്കാറില്ല. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ടിലിൻ്റെ അടിയിലോ ബെഡ്റൂമിൻ്റെ മൂലയിലോ കൂമ്പാരമായി കൂട്ടിവെക്കുന്നത് അവർ സാധാരണ ഒഴിവാക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ കാഴ്ചപ്പാടിൽ ബെഡ്റൂം എന്നത് ഉറങ്ങാനും വിശ്രമിക്കാനും ഉള്ള സ്ഥലമാണ്. അവിടെ അനാവശ്യ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ മനസ്സിനും ഒരു ഭാരമായി തോന്നും. റൂം വൃത്തിയായും ഒഴിഞ്ഞതായും ഇരിക്കുമ്പോൾ മനസ്സിന് കൂടുതൽ ശാന്തതയും ഉറക്കത്തിന് കൂടുതൽ ഗുണവും ലഭിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ പലരുടെയും ബെഡ്റൂമിൽ പഴയ കാർഡ്ബോർഡ് ബോക്സുകൾ, ഉപയോഗിക്കാത്ത ബാഗുകൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ, പഴയ വസ്ത്രങ്ങൾ എന്നിവ കിടക്കുന്നത് സാധാരണയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തു മാറ്റാം എന്ന് വിചാരിച്ച് വെച്ചതാവാം. എന്നാൽ പലപ്പോഴും അത് മാസങ്ങളോ വർഷങ്ങളോ അവിടെ തന്നെ കിടക്കാറാണ് പതിവ്. പക്ഷേ ജപ്പാനിൽ ഇത്തരം സാധനങ്ങൾ ബെഡ്റൂമിൽ കൂട്ടിക്കിടത്താൻ അനുവദിക്കാതെ വേണ്ടത് മാത്രം അവിടെ സൂക്ഷിക്കുന്ന ശീലമാണ് അവർക്കുള്ളത്. അപ്പോൾ ജപ്പാൻകാർ റൂമിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ 6 കാര്യങ്ങളും വെറും സാധനങ്ങൾ മാത്രമല്ല, അവരുടെ ജീവിതശൈലി തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വീട് വലുതാകണമെന്നില്ല, പക്ഷേ മനസ്സിന് സമാധാനം തരുന്ന വീടായിരിക്കണം. അതിന് ആവശ്യമില്ലാത്തത് മാറ്റി ആവശ്യമായത് മാത്രം സൂക്ഷിച്ചാൽ മതി. ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും ഇതേപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.